അപ്പോൾ ഇന്നത്തെ ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് എൻഡ്സ് വിത്ത് അസും ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസും ആണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇതിൽ ഏതാണ് ഫസ്റ്റ് പാർട്ട് ഏതാണ് സെക്കൻഡ് പാർട്ട് എന്നുള്ളത്. അപ്പോൾ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് ആണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് രണ്ട് മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് റയലും ലില്ലിയുമാണ്. ലില്ലി ഒരു ഫ്ലോറിസ്റ്റാണ്, ഓൺ ഫ്ലവർ ഷോപ്പാണ്. റയലിന് ഒരു ന്യൂറോ സർജനാണ്. അപ്പോൾ ലില്ലിയുടെ ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലില്ലിയുടെ ഫാദർ ഭയങ്കര ടോക്സിക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ലില്ലിക്ക് അത്ര വിഷമമൊന്നും ഉണ്ടാകുന്നില്ല മരിക്കുമ്പോഴത്തേക്കിനും. അത് കഴിഞ്ഞിട്ടാണ് ലില്ലി റയലിനെ മീറ്റ് ചെയ്യണത്. റയലിനെ മീറ്റ് ചെയ്യും, പിന്നെ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാവും, അവർ കല്യാണം കഴിക്കും. അപ്പോഴാണ് ലില്ലി തിരിച്ചറിയുന്നത് ലില്ലിയുടെ അച്ഛനിൽ നിന്നും ഡിഫറെൻ്റ് അല്ല ഇയാളും ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആണ് എന്ന കാര്യം മനസ്സിലാക്കും. അപ്പോൾ ലില്ലിയുടെ അമ്മ ലില്ലിക്ക് കൊടുക്കുന്നൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഞാൻ അത് സഹിച്ചൊക്കെ നിന്ന്, ആ ഒരു ടോക്സിസിറ്റി, അച്ഛൻ്റെ ടോക്സിസിറ്റി സഹിച്ചൊക്കെ നിന്ന്, പക്ഷെ നീ അത് സഹിക്കേണ്ട കാര്യമില്ല എന്ന രീതിക്ക് ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞ് പിന്നീട് സെപ്പറേറ്റഡ് ആവുന്നത്. അതാണ് ഈ ഒരു ബുക്കിൽ വരുന്നത്.